ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ക്ലാസ് 1 അറബിക് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 2 ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായി വിട്ടുപോയ അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കാം. ആദ്യത്തേത് അസദാണല്ലേ, അപ്പോൾ ആ എന്ന് വരച്ചു കൊടുത്തു. നെക്സ്റ്റ് ബിർക്കത്താണ്, ബി എന്ന് വരച്ചു കൊടുക്കാം. തുഫ ആണല്ലേ, തു എന്ന് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്, ബായ എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ ബബായാണ്. ബ എന്ന അക്ഷരം കൂട്ടി വരച്ചു കൊടുക്കാം, എഴുതി കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്, ഹലീബാണല്ലേ, ഹ എന്ന് എഴുതി കൊടുക്കുമ്പോൾ കൂട്ടി എഴുതുന്ന ഹായാക്കി എഴുതി കൊടുക്കുക. അത് ശ്രദ്ധിക്കുക പ്രത്യേകം. ഹ എന്ന് എഴുതുമ്പോൾ കൂട്ടി എഴുതുന്ന ഹാ ആവാൻ. ഹലീബ് എന്ന് പറഞ്ഞാൽ പാലല്ലേ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ചിത്രത്തിന് അനുയോജ്യമായ പദം കണ്ടെത്തി എഴുതുക. 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിത്രം കണ്ടാൽ തന്നെ കുട്ടികൾക്ക് അറിയാം ബിർക്കത്താണ്. അപ്പോൾ ഒന്നാമത്തെ ബിർക്കത്ത്, തെറ്റിപ്പോവരുത്. രണ്ടാമത്തതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. നെക്സ്റ്റ് ദജാജത്ത്, സൂസ്. അതിനുശേഷം ചിത്രങ്ങൾ നോക്കി ശരിയായ പദങ്ങൾ തിരഞ്ഞെടുക്കാം. തവളയ്ക്ക് എന്താണ് പറയുക, ലഫ്ദ. അപ്പോൾ നോക്കി എഴുതി കൊടുത്താൽ മതി. തമ്ര് നോക്കി എഴുതാം. നെക്സ്റ്റ് ചിത്രത്തിലുള്ള ജീവികളെ വസ്തുക്കളെയും തിരിച്ചറിഞ്ഞ് അവിടെ പേരെടുത്ത് എഴുതണം. കൽബ് നോക്കൂ, കൽബ് ഉണ്ടല്ലേ, അപ്പോൾ താഴേക്ക് നിങ്ങൾക്ക് എന്ത് എഴുതാം, കൽബ് എന്ന് എഴുതി കൊടുക്കാം. രണ്ടാമത്തെ നോക്കൂ, സമക്ക്. പിക്ചറിൽ സമക്ക് ഉണ്ടോ, ഫിഷ് ഉണ്ടോ, ഇല്ല. നെക്സ്റ്റ് നോക്കാം ദജാജത്ത്. പിക്ചറിൽ ദജാജത്ത് ഉണ്ടോ, ഇല്ല. അതെന്താണ്, ദീഖ ആണ് അല്ലേ, ദജാജത്തല്ല. നെക്സ്റ്റ് എന്താണ്, അത് പൂവൻ കോഴിയാണ്, അതാണ് ഉദ്ദേശിച്ചത്. കിത്ത് പിക്ചറിൽ ഇല്ല. നെക്സ്റ്റ് ഉള്ളത് ബൈത്താണ്. അപ്പോൾ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് ബൈത്ത് എന്ന് എഴുതി കൊടുക്കാം. രണ്ടാമത്തെ എന്താണ്, സൂസ്. അപ്പോൾ നമുക്ക് സൂസ് എന്ന് ഞാൻ രണ്ടാമത്തെ കോളമായിപ്പോൾ എഴുതിക്ക്. മൂന്നാമത്തെ കോളത്തിലേക്ക് നമുക്ക് സൂസ് എന്ന് എഴുതി കൊടുക്കാം. സൂസ് അവിടെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ കോഴിക്കുഞ്ഞ്. നെക്സ്റ്റ് എന്താണ്, അവിടെ ബബായ ഉണ്ട്, അപ്പോൾ ബബായ എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കിയാൽ കാണാം അനാനാസ്. പൈനാപ്പിൾ ഉണ്ട് അവിടെ. അപ്പോൾ അനാനാസ് നിങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ടോ, അനാനാസ് ബബായ, അനാനാസ് കൈതച്ചക്ക എന്നുള്ളത് അവിടേക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ 5 വാക്കുകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഈസി ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. ആൻഡ് കീപ്പ് വാച്ചിങ്. താങ്ക് യു.